ഹായ് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അഥവാ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഉണ്ടായ സംഭവങ്ങളും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫയായി സ്ഥാനം ഏറ്റെടുത്ത അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. ആ വീഡിയോ കണ്ട ശേഷം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ അതിൽ കമൻറ്റുകളായിട്ടും വാട്സപ്പിലൂടെ മെസ്സേജുകളായിട്ടും ഒക്കെ അവരവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയുണ്ടായി. വളരെ ചുരുക്കം ചില മതാന്ധത ബാധിച്ച മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ സഭ്യമല്ലാത്ത ഭാഷയിൽ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം മോശം രൂപത്തിൽ കമൻറ്റുകൾ എഴുതിയവരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് അവരിത്രയും കാലഘട്ടം അവരുടെ ഉസ്താദുമാരും മൗലവിമാരും അല്ലെങ്കിൽ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെച്ചതിന് വിഭിന്നമായി അവർ പുണ്യപുരുഷന്മാരായിട്ട് കണ്ട പല കഥാപാത്രങ്ങളെയും ഈ തരത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വിശദീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ആത്മാർത്ഥമായി ആ പറഞ്ഞ ആളുകളെയൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാതൃകാ പുരുഷന്മാരായി കൊണ്ട് നടക്കുകയൊക്കെ ചെയ്ത ആ ഒരവസ്ഥയിൽ ആ വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ഉടഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന മാനസികമായിട്ടുള്ള വിഷമത്തിൽ നിന്നായിരിക്കണം പലരും ആ തരത്തിലൊക്കെ കമൻറ്റുകൾ എഴുതിയിട്ടുണ്ടാകുക. നമ്മൾ സംസാരിച്ച് നിർത്തിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥാനമേറ്റതും അതിനിടയിൽ അഹ്ലു ബൈത്ത് അഥവാ പ്രവാചകൻ്റെ കുടുംബം അനുഭവിച്ച് തീർത്ത കണ്ണീരിൽ കുതിർന്ന ഒരുപാട് അവസ്ഥകൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാത്തമുൻ നബിയെ അഥവാ അന്ത്യപ്രവാചകനാണെന്നാണ് മുസ്ലിങ്ങളായ എല്ലാവരും വിശ്വസിക്കുന്നത്. 1,24,000 ചില്ലാനം പ്രവാചകന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അള്ളാഹു നിയോഗിച്ച് വന്നിട്ട് അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ അവർ അവതരിപ്പിച്ച ദൈവിക സങ്കല്പങ്ങളിലുമൊക്കെ മനുഷ്യർ വെള്ളം ചേർക്കുകയും അതിനെതിരായി അവർ ജീവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അഥവാ 1,24,000 ചില്ലാനം വരുന്ന പ്രവാചകന്മാരിലൂടെ ദൈവം തമ്പുരാൻ സ്ഥാപിച്ച സകല നിയമങ്ങളും നിയമവ്യവസ്ഥിതികളും സംരക്ഷിക്കപ്പെടാതെ അതെല്ലാം ഛിന്ന ഭിന്നമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ട് അവസാനമായി എല്ലാ പ്രവാചകന്മാരും അവതരിപ്പിച്ച അതേ തിയറി ഫോളോ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ജീവിത വ്യവസ്ഥ ഇവിടെ സ്ഥാപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും ഇനി ഒരു പ്രവാചകൻ്റെ ആവശ്യമില്ലാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു തിയറി ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം യാതൊരുവിധ കൈകടത്തലുകൾക്കും വിധേയമാക്കപ്പെടാതെ ഒരാൾക്കും ഒരക്ഷരം പോലും മാറ്റാൻ കഴിയാത്ത വിധത്തിൽ സംരക്ഷിക്കപ്പെട്ട രൂപത്തിൽ ആ പ്രവാചകനിലൂടെ അവതരിച്ച വേദഗ്രന്ഥവും ആ പ്രവാചകൻ ജീവിച്ചു മാതൃകയാക്കി കാണിച്ചു തന്ന ഇസ്ലാം എന്ന് പറയുന്ന ജീവിത വ്യവസ്ഥയും നിലനിൽക്കണമല്ലോ. അതിലൊരാൾക്കും കൈകടത്താൻ അവകാശമില്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അതിന് കഴിയാത്ത രൂപത്തിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാകണമല്ലോ. അങ്ങനെ ആയിക്കൊണ്ടാണല്ലോ ഖാത്തമുൻ നബിയായിട്ട് അന്ത്യപ്രവാചകനായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിലേക്ക് വന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം പ്രബോധനങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും ഒക്കെ കഴിഞ്ഞു പോയി അങ്ങനെ അദ്ദേഹം വഫാത്തായി പോയതും. എന്നാൽ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് ഖാത്തമുൻ നബി എന്ന് പറയുന്ന അന്ത്യപ്രവാചകൻ എന്ന് പറയുന്ന ആ സംഗതിക്ക് എതിരായിക്കൊണ്ട് പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ തന്നെ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷവും നിരന്തരമായി പ്രവാചകന്മാർ അവതരിക്കുന്ന ഒരവസ്ഥ. അതിനെ ഇസ്ലാമിക പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ കള്ളപ്രവാചകന്മാർ എന്ന പേരിൽ പറയുന്നു. നേരെ മറിച്ച് ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകനാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിലേക്ക് കടന്നു വന്ന ആളുകളുടെ അനുയായികൾ, ആ പ്രവാചകന്മാരുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാരാണ്. ഇങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
കള്ളപ്രവാചകൻ ആരോപണം ഇന്നിപ്പോൾ നമ്മൾ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ആ സംഘടനകളിലൊക്കെ പരസ്പരം ഷിർക്ക് ആരോപിച്ചിട്ട് അവർ മുശ്രിക്കാണ്, അവർ ഷിർക്കൻ വാദക്കാരാണ്, അവർ കാഫിര്യങ്ങളാണ്, അവർ ആദർശത്തിൽ നിന്ന് പിഴച്ചു പോയവരാണ്, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണ് എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ നടത്തി ഞങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അല്ലെങ്കിൽ ഞങ്ങളാണ് പ്രവാചകൻ്റെ പാത അതുപോലെ പിന്തുടരുന്ന പ്രവാചകൻ്റെ യഥാർത്ഥ അനുയായികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള മോമിനിയങ്ങളായിട്ടുള്ള ആളുകൾ ഞങ്ങളാണ് എന്ന് ഓരോ സംഘടനക്കാരും അവകാശപ്പെടുന്നത് പോലെ അന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഞങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഞാനും അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, എന്നെയും ദൈവം തമ്പുരാൻ പറഞ്ഞയച്ചതാണ് എന്ന വാദവുമായിട്ട് ഒരുപാട് ആളുകൾ അതിനുശേഷം പ്രവാചകൻ്റെ വഫാത്തിന് ശേഷവും രംഗപ്രവേശനം ചെയ്തിരുന്നു. അത് ഇന്നും പല ഉൾഗ്രാമങ്ങളിൽ ഇന്നും ദൈവത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് ചില മനുഷ്യർ പ്രവാചകൻ എന്ന് നബി എന്ന പേരിലൊന്നും അല്ലാതെ തന്നെ ദൈവത്തിൻ്റെ പ്രത്യേക ദൂതന്മാരായിട്ട് അവതരിക്കുന്ന കാഴ്ചകളൊക്കെ ഇന്നും ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഖാദിയാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന അദ്ദേഹം പ്രവാചകനാണ്, മുഹമ്മദ് നബിക്ക് ശേഷം വന്ന നബിയാണ് എന്ന് വിശ്വസിക്കുന്ന മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഖാദിയാനികളെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നില്ല. പക്ഷെ അവരും അള്ളാഹുവിനെ ദൈവമായിക്കൊണ്ടും മുഹമ്മദ് നബിയെ പ്രവാചകനായിക്കൊണ്ടും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുള്ളത് മുഹമ്മദ് നബിക്ക് ശേഷവും പ്രവാചകന്മാർ വരും എന്നുള്ള ഒരു വിശ്വാസം കൂടി അവരിൽ എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന വ്യക്തി അവരുടെ പ്രവാചകനായിക്കൊണ്ട് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അവരും നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഹജ്ജ് ഉംറ പോലെയുള്ള സംഭവങ്ങൾ സൗദി അറേബ്യ ഗവൺമെൻറ് ഇത്തരം വിശ്വാസങ്ങൾ പേറുന്ന ആളുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പലരും അത് വെളിപ്പെടുത്താതെ ആ കർമ്മങ്ങൾ നിർവഹിക്കുന്നതായിട്ടൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇതൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുണ്ടായ ഏകദേശം കാര്യങ്ങൾ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ചരിത്ര വായനയിൽ കൗതുകമായി തോന്നിയ ഒരു സംഗതി. ഇപ്പോൾ മുഹമ്മദ് നബിക്ക് ശേഷം ഒരുപാട് പ്രവാചകന്മാരുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ അന്ന് ആ കാലഘട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന, മുസൈലിമ എന്നാണ് പേര്, കദ്ദാബ് എന്ന് പറയുന്നത് ഇവർ അദ്ദേഹത്തെ കള്ളപ്രവാചകൻ എന്ന അർത്ഥത്തിൽ എക്സ്ട്രാ ചേർത്ത് ഒരു വേർഡ് കൂടി ചേർത്തിട്ട് പരിചയപ്പെടുത്തിയതാണ്. ഈ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം അവിടെ പ്രവാചകനായിട്ട് വന്നു. ഇതോടൊപ്പം ഇതേ കാലഘട്ടത്തിൽ തന്നെ ഒരു സ്ത്രീ പ്രവാചകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രംഗപ്രവേശനം ചെയ്തു. ഈ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന വ്യക്തിയും ഈ പറയുന്ന സ്ത്രീ ആയിട്ടുള്ള അവരുടെ പേര് സജാഹ് എന്നാണ്. ആ സജാഹ് എന്ന് പറയുന്ന പെൺകുട്ടിയും താൻ പ്രവാചകയാണ്, പ്രവാചകൻ എന്നുള്ളതിന് പ്രവാചക, ഞാൻ പ്രവാചകയാണ് എന്ന അർത്ഥത്തിൽ രംഗപ്രവേശനം ചെയ്തു. അവർക്കാണെങ്കിൽ അനുയായികളും ഉണ്ടാവുകയും ചെയ്തു. അന്നത്തെ കാലഘട്ടം ഇതുപോലെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ പ്രവാചകന്മാർ എന്ന അർത്ഥത്തിൽ ഓരോരുത്തരും ഉദയം ചെയ്യുന്ന ഒരു പ്രത്യേകതരം കാലഘട്ടമാണ് അന്ന്. ഇന്നാണ് പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു കുറച്ചിലായിട്ട് അല്ലെങ്കിൽ അത് മറ്റൊരു തരത്തിലൊക്കെ അത് അങ്ങനെ തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അന്ത്യപ്രവാചകനായിട്ട് മുഹമ്മദ് നബീനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. ആ ഒരു സംഗതി ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഈ പ്രവാചകത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഓരോരോ പ്രദേശങ്ങളിൽ ഓരോരുത്തർ പ്രവാചകൻ എന്ന പേരിൽ അവതരിക്കും. ഇന്ന് വേറെ പേരുകളിൽ ഔലിയ എന്ന പേരിലൊക്കെ അവതരിക്കുന്നത് പോലെ അന്ന് ആ കാലഘട്ടത്തിൽ പ്രവാചകൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് ആത്മീയ ഗുരുക്കന്മാരായിട്ട് നമുക്ക് പലരെയും അറിയും. അതേപോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് പ്രവാചകൻ എന്ന് പറയുന്ന സമ്പ്രദായം. ആ പ്രവാചക സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ പുണ്യപുരുഷന്മാരായിട്ട് പ്രവാചകനാണെന്ന പേരിൽ അവതരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളുകൾ പോലും പ്രവാചകൻ മരണപ്പെട്ടതോടുകൂടി അടുത്ത ഒരു പ്രവാചകനെ തേടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ആ അടുത്ത വരുന്ന പ്രവാചകനാണെന്ന് വരുന്ന ആളെ ആക്സെപ്റ്റ് ചെയ്യുകയും അവരെ സ്വീകരിക്കുകയും അവരുടെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കുകയും അവരുടെ അനുയായികളായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഉണ്ടായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായ ഏറ്റവും ആദ്യത്തെ ഒരു പണി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇസ്ലാം ഉപേക്ഷിച്ചു പോയ അഥവാ മുഹമ്മദ് നബിയുടെ റിസാലത്തിൽ പ്രവാചകത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വഫാത്തോടുകൂടി അറുതി വരുത്തി അടുത്തൊരു പ്രവാചകനിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇസ്ലാം ഉപേക്ഷിച്ച് പോവുകയോ ചെയ്യുന്ന വിശ്വാസികളെ, അഥവാ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുർത്തദ്ദുകൾ എന്ന് നമ്മൾ പറയുന്ന ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥ,
അത്തരം മുർത്തദ്ദുകളെ തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും അത്തരത്തിൽ വരാത്ത ആളുകളെ ഇത്തരം പ്രവാചകത്വവാദവുമായി വന്ന ആളുകളെ അടക്കം തിരിച്ചു കൊണ്ടുവരുവാനും അങ്ങനെ വരാതെ ഇരിക്കുന്ന ആളുകളെ ഒന്നുകിൽ നാട് കടത്തുകയോ അല്ലെങ്കിൽ കൊന്നുകളയുകയോ ചെയ്തുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തുക എന്ന ഒരു ടാസ്ക്കാണ് അബൂബക്കർ റളിയല്ലാഹുവിനെ അധികാരമേറ്റ സമയത്ത് ആദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ഈ കള്ളപ്രവാചകന്മാരെന്ന പേരിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരിൽ അധിക പേരെയും കൊന്നുകളയുകയും ചെയ്ത ഒരവസ്ഥയുണ്ട്. അത് റിദ്ദ വാർ എന്ന പേരിലൊക്കെയാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അബൂബക്കറിൻ്റെ ആ ഒരു യുദ്ധ കാലഘട്ടത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഭാഗം ചർച്ച ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ചരിത്ര വായനയിൽ ഏറെ കൗതുകത്തോടുകൂടി വായിച്ചു പോയ ആ ഒരു ഭാഗം, അഥവാ ഒരു പെൺ പ്രവാചകയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ആ സ്ത്രീ എങ്ങനെയാണ് പ്രവാചകത്വവാദവുമായിട്ട് കടന്നു വന്നത് എന്നും ആ സെയിം ടൈമിൽ തന്നെ പ്രവാചകനായിട്ട് അവിടെ ഉണ്ടായിരുന്ന മുസൈലിമ എന്ന് പറയുന്ന വ്യക്തിയുമായി ഇവർ തമ്മിൽ സന്ധിക്കുന്നൊരവസ്ഥയും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ചരിത്ര ഗ്രന്ഥത്തിലുണ്ട്. ഇന്ന് നമ്മൾ ചരിത്ര വായനയ്ക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സുന്നി വിഭാഗം, സുന്നികൾ എന്നറിയപ്പെടുന്ന വിഭാഗം ഇറക്കിയിട്ടുള്ള താരീഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നാണ്. 1960 കാലഘട്ടങ്ങളിലാണ് ആ ഗ്രന്ഥം ഇറങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഗ്രന്ഥമാണ് ഏറ്റവും പഴയ ചരിത്ര ഗ്രന്ഥമായിട്ട്, മലയാളത്തിൽ ഇറങ്ങിയ ചരിത്ര ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നത്. ആ താരിഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റ ഉടനെ ഉണ്ടായ ആ ഒരു സ്ത്രീ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. സജാഹ് എന്ന പെൺകുട്ടി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ തുടർന്ന് അറബികൾ മുർത്തദ്ദകളാകുവാൻ വ്യഗ്രത പൂണ്ടത് മൂലം കലങ്ങിമറിഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും നബിത്വം അവകാശപ്പെട്ടുകൊണ്ട് മുതലെടുപ്പാൻ മുൻപോട്ട് വന്ന കുപ്രസിദ്ധനാണ് മുസൈലിമത്തുൽ കദ്ദാബ് അഥവാ കള്ളപ്രവാചകനായ മുസൈലിമത്ത്. അദ്ദേഹത്തിൻ്റെ പേര് മുസൈലിമത്ത് എന്നാണ്. കദ്ദാബ് എന്ന് പറയുന്ന കളവ് പറയുന്നവൻ അല്ലെങ്കിൽ കള്ളവാദി എന്ന അർത്ഥത്തിൽ കദ്ദാബ് എന്ന പേര് അതിനോട് ഇവർ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആഡ് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുസൈലിമത്തുൽ കദ്ദാബ് അഥവാ കള്ളപ്രവാചകനായ മുസൈലിമത്ത്. ആ മുസൈലിമത്തിനെ കിടിലം കൊള്ളിച്ച ഒരു പെണ്ണാണ് സജാഹ്. ഹാരിസിൻ്റെ മകളായ സജാഹ് തമീം ഗോത്രക്കാരിയായിരുന്നു. താൻ നബിയാണെന്ന് പ്രഖ്യാപിക്കുവാൻ ചങ്കൂറ്റമുണ്ടായിരുന്ന ആ പെണ്ണിന് ധാരാളം അനുയായികളെ സമ്പാദിക്കാൻ നിഷ്പ്രയാസം സാധിച്ചു. ജസീറ എന്ന സ്ഥലമായിരുന്നു സജാഹിൻ്റെ കേന്ദ്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ പെണ്ണിന് ധാരാളം അനുയായികളെ സമ്പാദിപ്പാൻ നിഷ്പ്രയാസം സാധിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര യുദ്ധങ്ങൾ നടത്തിയിട്ടാണ് ആ 1,00,000 ചില്ലാനം വരുന്ന അനുയായികളെ വഫാത്തിന് മുമ്പ് സംഘടിപ്പിച്ചത്. എന്നാൽ ഒരു സ്ത്രീയായ ഒരു വ്യക്തിക്ക് വളരെ നിഷ്പ്രയാസം അനുയായികളെ സമ്പാദിക്കാൻ സാധിച്ചു എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കിതാബിലാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരാൾ നേതാവായിക്കൊണ്ട് തനിക്ക് വഹിയുണ്ട് എന്ന അർത്ഥത്തിൽ എന്തെങ്കിലും പ്രത്യേകത നിറഞ്ഞ രൂപത്തിൽ കുറച്ച് സാഹിത്യത്തിൽ കുറച്ച് വാചകങ്ങളൊക്കെ പറയാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥ ആ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിലൊരു സ്ത്രീ വിചാരിച്ചിട്ട് കൂടി താൻ പ്രവാചകനാണെന്ന് വിശ്വസിപ്പിക്കാൻ കഴിയുകയും അനുയായി വൃന്ദങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. അത് ഏതൊരാൾ വിചാരിച്ചാലും സാധിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ 13 വർഷവും ഈ പ്രവാചകത്വവാദവുമായിട്ട് അദ്ദേഹം നടന്നിട്ട് വളരെ വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രമാണ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഹിജ്റയ്ക്ക് ശേഷം മദീനയിലെത്തി അവിടുന്ന് അങ്ങോട്ട് യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടാണ് ആ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞത്. പക്ഷേ ഈ സ്ത്രീയായ ഈ ഒരു പെൺ പ്രവാചകക്ക് അനുയായികളെ നിഷ്പ്രയാസം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ഈ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി യുദ്ധം ചെയ്ത് മദീന കൈവശപ്പെടുത്തി ഇസ്ലാമിനെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ അവൾ ആഗ്രഹിച്ചു. അഥവാ ആ പെൺ പ്രവാചക ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ തന്നെ പോലെ നബിത്വം അവകാശപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന മുസൈലിമത്ത്, അഥവാ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രവാചകന്റെ വഫാത്തിന് ശേഷം വന്ന കള്ളപ്രവാചകൻ, ആ മുസൈലിമത്ത് തൻ്റെ മുന്നേറ്റങ്ങൾക്കൊരു തടസ്സമാണെന്ന് ഈ പെൺപ്രവാചകയായിട്ടുള്ള സജാഹ് മനസ്സിലാക്കി. ആകയാൽ മുസൈലിമത്തിനെ കീഴടക്കിയതിന് ശേഷം ഖലീഫയുടെ നേരെ പുറപ്പെടാമെന്ന് അവൾ തീരുമാനിച്ചു. കാരണം ഭയങ്കര കോമ്പറ്റീഷനാണ്,
ഒരു ആൺ പ്രവാചകനും ഒരു പെൺ പ്രവാചകയും, ഏതെങ്കിലും ഒന്നാണല്ലോ ഒരു സ്ഥലത്ത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു ചരിത്രം നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ കേവലമായ അധികാരം സ്ഥാപിച്ച് അവരവരുടെ ജീവിതം മനോഹരമാക്കുന്നതിന് ദൈവത്തെ കൂട്ടുപിടിച്ച് ഒരു പുതിയൊരു ദൈവസങ്കല്പം അവതരിപ്പിച്ച് താനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരോധിച്ച് മേലെ അനങ്ങാതെ കൈ നനയാതെ കുറച്ച് സുഖലോലുപതയിൽ ജീവിക്കണം, കുറച്ച് സമ്പത്തും അധികാരവും കുറച്ച് അനുയായി വൃന്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സുഖസുന്ദരമായിട്ട് അങ്ങനെ ജീവിക്കണം. അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ മാത്രമാണ് ഈ പറയുന്ന പ്രവാചകത്വവാദങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ചരിത്ര ഗ്രന്ഥത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ, ഈ പറയുന്ന മുസൈലിമത്തും ഈ സജാഹും തമ്മിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ വരികയാണ്. കാരണം ഏതെങ്കിലും ഒന്ന്, രണ്ടാലൊന്ന് ഉണ്ടായാൽ മാത്രമാണ് അവരുടെ ബിസിനസ് സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മുസൈലിമത്തിനെ കീഴടക്കിയതിന് ശേഷം ഖലീഫയുടെ നേരെ പുറപ്പെടാമെന്ന് അവൾ തീരുമാനിച്ചു. മുസൈലിമത്തിനെ കീഴ്പ്പെടുത്തിയതിന് ശേഷം അബൂബക്കറിനെ കീഴ്പ്പെടുത്താമെന്ന് അവൾ വിചാരിച്ചു. അങ്ങനെ ഒരു സൈന്യത്തെ നയിച്ചുകൊണ്ട് അവൾ മുസൈലിമത്തിൻ്റെ നാടായ യമാമയിലേക്ക് പുറപ്പെട്ടു. ഈ വാർത്ത അറിഞ്ഞ ഉടനെ അവളെ വശീകരിക്കാനുള്ള സൂത്രങ്ങൾ മുസൈലിമത്ത് ആസൂത്രണം ചെയ്തു. ഈ സ്ത്രീ ഇങ്ങനെ ഒരു പോരിന് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ മുസൈലിമത്ത് എന്ന് പറയുന്ന പുരുഷനായ പ്രവാചകൻ ഈ സ്ത്രീയെ എങ്ങനെങ്കിലും വശത്താക്കുന്നതിന് വേണ്ടി, അവളെ വശീകരിക്കുന്നതിന് വേണ്ടി ഉള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പല വിലപിടിപ്പുള്ള സാധനങ്ങൾ സമ്മാനങ്ങളായി മുസൈലിമത്ത് അവൾക്ക് അയച്ചു കൊടുത്തു. അവൾ അത് സ്വീകരിച്ചപ്പോൾ മുസൈലിമത്തിന് ആശ്വാസമായി. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇതേപോലെ സമ്മാനങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അന്നത്തെ രീതി അങ്ങനെയാണ്. ഒരാൾ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് അവരോധിക്കുമ്പോൾ അയാളെ ഒന്നുകിൽ തൻ്റെ വരുതിയിൽ നിർത്തുക, അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുക. അവിടെ അയാളിൽ നിന്നുള്ള ആക്രമണം തങ്ങൾക്ക് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരം സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുക. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതേപോലെയുള്ള സമ്മാനങ്ങൾ അയച്ചു കൊടുത്തിരുന്നു. അതിൽ പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാരിയത്തുൽ കിബ്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീ. 2 അടിമ സ്ത്രീകളെ കൊടുത്തിരുന്നു. അതിൽ മാരിയത്തുൽ കിബ്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ പ്രവാചകൻ സമ്മാനമായി സ്വീകരിച്ചതാണ്. അതിൻ്റെ കൂടെ കിട്ടിയ സ്ത്രീയെ മറ്റൊരു സ്വഹാബിക്ക് അദ്ദേഹം സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അത് അന്നത്തെ ഒരു രീതിയാണ്. സ്ത്രീകളെ അങ്ങനെ ഒരു ഉപഭോഗ വസ്തുവായി കണ്ടുകൊണ്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു വസ്തു, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കൽ എന്തെങ്കിലും വസ്തുക്കളായിരിക്കുമല്ലോ, അതേപോലെയുള്ളൊരു വസ്തുവായിട്ട്, ഒരു ഒബ്ജക്റ്റായിട്ട് സ്ത്രീകളെ കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റായിക്കൊണ്ടൊരു സ്ത്രീയെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചിരുന്നു. അങ്ങനെ സ്വീകരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എതിർപ്പില്ലാത്ത സൗഹാർദ്ദത്തിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതേപോലെ ഈ പെൺപ്രവാചകയായിട്ടുള്ള സജാഹിന് മുസൈലിമത്തുൽ കദ്ദാബ് ഗിഫ്റ്റായിട്ട് പലതും കൊടുത്തയക്കുകയാണ്. അതൊക്കെയും തന്നെ ഈ സജാഹ് എന്ന് പറയുന്ന സ്ത്രീ പ്രവാചക സ്വീകരിച്ചു. സൗഹാർദ്ദ സംഭാഷണത്തിനായി രഹസ്യമായൊരു കൂടിക്കാഴ്ച അനുവദിക്കണമെന്ന് മുസൈലിമത്ത് ഈ സ്ത്രീ പ്രവാചകയോട് അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന സജാഹ് സ്വീകരിച്ചു. കൂടിക്കാഴ്ചക്ക് പ്രത്യേകമായ ഒരു മണ്ഡപം നിർമ്മിക്കപ്പെട്ടു. ലൈംഗിക വികാരത്തെ അതിവേഗം ആളിക്കത്തിക്കുവാൻ പര്യാപ്തമായ നിലയിൽ ആ മണ്ഡപം വിധാനിക്കപ്പെട്ടു. ഇനി അങ്ങോട്ട് നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊരു പ്രായപൂർത്തിയായ ആളുകൾ മാത്രം കേൾക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇയർഫോണ് വെച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുകയോ ചെയ്യാം. കാരണം ചില കാര്യങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഇസ്ലാമിൻ്റെ ഗ്രന്ഥമല്ലേ വായിക്കുന്നത്, ഖുർആനല്ലേ വായിക്കുന്നത്, ഹദീസല്ലേ വായിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെക്കരുത്. ഖുർആനിലായാലും ഹദീസിലായാലും ചരിത്ര ഗ്രന്ഥങ്ങളിലായാലൊക്കെ +18 കണ്ടന്റുകൾ കുറച്ച് ഉണ്ടാകും. ആ സംഭവങ്ങൾ എല്ലാ മത ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഈ സംഭവങ്ങൾ. പക്ഷേ നമ്മളത് വായിക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾക്ക് ഒരു തെറ്റായ സന്ദേശം ലഭിക്കുന്നൊരവസ്ഥ നമ്മളെ കൊണ്ട് ഉണ്ടാകരുത്. അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് അത് ഉണർത്തിയത്. അപ്പോൾ ഇവിടെ സൗഹാർദ്ദ സംഭാഷണത്തിനായി മുസൈലിമത്തും സജാഹും ആ മണ്ഡപത്തിൽ പ്രവേശിച്ചു. മറ്റാർക്കും പ്രവേശനം അനുവദിക്കപ്പെട്ടില്ല. പ്രശാന്ത സുന്ദരവും വികാരോദ്ദീപകവുമായ ആ അന്തരീക്ഷത്തിൽ മുസൈലിമത്ത് എന്ന ആൺനബിയും സജാഹ് എന്ന പെൺനബിയും സംഭാഷണം ആരംഭിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നൽകിയ ദൗത്യം എന്തൊക്കെയാണ് എന്ന് സജാഹ് ചോദിച്ചു. അപ്പോൾ ഈ പ്രവാചകനായി അവരോധിക്കുന്ന ആളുകൾക്കുള്ള ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രവാചകനാണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രവാചകനാണെന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം നിരന്തരമായിട്ട് പ്രവാചകന്മാരെ അവരോധിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഈ വരുന്നവരിൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവതീർണമായിട്ടുള്ള, ഇപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം യഹൂദിയരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള പല ആളുകളും, യഹൂദി പണ്ഡിതന്മാരൊക്കെ ഈ പറയുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പ്രവാചകനാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളെക്കുറിച്ച് ചോദിക്കുന്നതൊക്കെ നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്.
അത്തരം സന്ദർഭങ്ങളിൽ പ്രവാചകൻ മുഹമ്മദ് നബി ഏറ്റവും വലിയ അത്ഭുതമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് ഖുർആൻ എടുത്തുകൊണ്ടാണ്. ആ ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത് അഥവാ ഒരു ദിവ്യശക്തിയായിക്കൊണ്ടുള്ള തൻ്റെ പ്രവാചകത്വത്തിന് തെളിവായിക്കൊണ്ടുള്ള കാര്യമെന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി അധികവും പറഞ്ഞിട്ടുള്ളത്. ഇന്നും നമ്മുടെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിതന്മാരോട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മുഅ്ജിസത്തായിട്ട് എന്താണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ തരുന്ന മറുപടി അത് പരിശുദ്ധ ഖുർആനാകുന്നു എന്നാണ്. കാരണം ഇന്നും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ആ പറയുന്ന ഗ്രന്ഥം നിലനിൽക്കുന്നു എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വള്ളിയും പുള്ളിയും എല്ലാം വ്യത്യാസത്തോടു കൂടിയുള്ളൊരവസ്ഥ ഖുർആനിൽ ഇന്നുണ്ട്. 1400 കൊല്ലത്തിന് ശേഷം ഇന്ന് ഖുർആനിൽ അങ്ങനെയുണ്ട് എന്നുള്ള സത്യമൊന്നും അവരെ നമുക്ക് പറഞ്ഞു തരില്ല. നമ്മൾ ആ വിഷയങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യുന്നത് കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രവാചകനാണോ എന്ന് തെളിയിക്കുന്നതിന് ഇതുപോലെ കുറച്ച് എന്തെങ്കിലും സാഹിത്യ രൂപത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന കവികളൊക്കെ ചെയ്തിരുന്നത് പോലെ ഇന്ന് നമ്മുടെ കവികളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ സാഹിത്യകാരന്മാരൊക്കെ എഴുതി ചില കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ വല്ലാതെ മനസ്സിനൊരു കുളിർമ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അത്രയും സാഹിത്യ സമ്പൂർണമായിട്ടുള്ള സമ്പുഷ്ടമായിട്ടുള്ള ലേഖനങ്ങളും അതുപോലെ തന്നെ കഥകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതേപോലെ പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന പെൺ പ്രവാചക, ഈ മുസൈലിമ എന്ന് പറയുന്ന ആൺ പ്രവാചകയോട് എന്താണ് നിങ്ങൾക്കതിന് തെളിവായി പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവതരിച്ച ആ വേദവാക്യങ്ങൾ എന്തൊക്കെയാണ് എന്ന അർത്ഥത്തിൽ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ മുസൈലിമത്ത് തനിക്ക് ലഭിച്ച ദൗത്യം എന്ന നിലക്ക് താഴെ ചേർത്ത വാചകങ്ങൾ അവതരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം മുഹമ്മദ് നബി ഖുർആനിലെ ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതി കൊടുക്കുമല്ലോ സഹാബത്തിന്, അതേപോലെ ഈ പ്രവാചകനും എന്ത് ചെയ്തു, താൻ പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചില വാക്യങ്ങൾ ആയത്തുകളായിട്ട് ഈ പറയുന്ന പെൺ പ്രവാചകർക്ക് ഓതി കൊടുക്കുകയാണ്. ആ ആയത്തുകൾ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഇങ്ങനെയാണ്: നിന്റെ റബ്ബ് ഗർഭിണിയെ കൊണ്ടു ചെയ്തതെന്തെന്ന് നീ കാണുന്നില്ലയോ. ഖുർആനിലെ പല ആയത്തുകളും കാണുന്നില്ലേ? നമ്മൾ ആകാശത്തെ വിധാനിച്ചത് നീ കണ്ടില്ലേ, ഭൂമിയെ നമ്മൾ പരത്തി വെച്ചത് നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഖുർആനിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇതേപോലെ ഒരായത്ത് ഇദ്ദേഹം ഓതുകയാണ്. ഈ കള്ളപ്രവാചകൻ എന്ന് വിളിക്കുന്ന മുസൈലിമത്തുൽ കദ്ദാബ് ഓതുകയാണ് എന്ത്? നിന്റെ റബ്ബ് ഗർഭിണിയെ കൊണ്ട് ചെയ്തതെന്തെന്ന് നീ കാണുന്നില്ലയോ, അവളിൽ നിന്ന് ജീവനുള്ള മനുഷ്യരെ പുറപ്പെടുവിക്കുന്നതും നീ കാണുന്നില്ലയോ, പടച്ചവൻ സ്ത്രീകൾക്ക് യോനി സൃഷ്ടിച്ചു, പുരുഷന്മാർക്ക് ലിംഗം സൃഷ്ടിച്ചു, എന്നിട്ട് പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇണയാക്കി. ഖുർആനിൽ നമ്മൾ ഇതേ സമാനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വലിയ ഒരു എന്താ പറയുക, ഒരു നാണം വരേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം ഇതിൽ സ്ത്രീകളുടെ അവയവവും പുരുഷന്മാരുടെ അവയവവും ഒക്കെ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ സ്ത്രീകളുടെ അവയവങ്ങളെക്കുറിച്ച് പരിശുദ്ധമെന്ന് കരുതുന്ന ഖുർആനിലുണ്ട്. സൂറത്തുൻ നബ 78-ാമത്തെ അധ്യായം, നമ്മൾ 1-ാമത്തെ ജുസ് എന്ന് പറയുന്ന അമ്മ യതസാഅലൂൻ എന്ന് പറയുന്ന അധ്യായമില്ലേ, അതിൻ്റെ പരിഭാഷ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. 78-ാമത്തെ അധ്യായം സൂറത്തുൻ നബയിലെ 33-ാമത്തെ വാക്യം, വക്കവാഇബ അത്റാബ. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ പോയി നോക്ക്. അപ്പം അത്തരം വാക്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു നാണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഈണത്തിൽ ഓതി ഖത്തം തീർത്ത് ഓതുന്ന പുണ്യം കിട്ടുന്ന ആയത്തുകളാണല്ലോ. ആ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ പിന്നെ മുസൈലിമത്തുൽ കദ്ദാബ് ഇങ്ങനെ സ്ത്രീയുടെ അവയവവും പുരുഷൻ്റെ അവയവവും പറയുന്നതിലൊന്നും നമ്മൾ വലിയ നാണിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഓതാമെങ്കിൽ ഇത് പറയുന്നതിലും കുഴപ്പമില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ആധുനിക സമൂഹം ഇത്തരം ആയത്തുകളും ഇതേപോലെയുള്ള സംഭവങ്ങളൊന്നും, മതത്തിലുള്ള ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറുമില്ല. അവരത് മൈൻഡ് ചെയ്യാറുമില്ല. അവർക്ക് പോലും അത്രയും ഉയർന്ന ചിന്താഗതി പുലർത്തുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പോലും ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ എന്നോർത്ത് അവർ വിഷമിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഇതേപോലെ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അതെന്തോ വലിയ സംഭവമായി കണ്ടിരുന്ന, ഈ ദുനിയാവിലെയും നാളെ പരലോകത്തെയും ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് സ്ത്രീകളുമായി സെക്സിൽ ഏർപ്പെടുന്നതാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം അവതരിച്ചത് എന്നുള്ളത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലടക്കം അങ്ങനെ സ്ത്രീകളുടെ സ്വകാര്യ അവയവങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള ആ സംഭവങ്ങൾ ആയത്തുകൾ വരുന്നത്. ഇതേപോലെ ഈ പറഞ്ഞ മുസൈലിമക്കും ആ തരത്തിലുള്ള ചിന്താഗതികൾ പേറുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ആയത്തിന് തെളിവ്, പ്രവാചകനാണ് എന്നതിന് തെളിവ് ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഓതിയ ആയത്ത് തന്നെ ഇതാണ്: നിന്റെ റബ്ബ് ഗർഭിണിയെ കൊണ്ട് ചെയ്തത് എന്തെന്ന് നീ കാണുന്നില്ലയോ, അവളിൽ നിന്ന് ജീവനുള്ള മനുഷ്യരെ പുറപ്പെടുവിക്കുന്നതും നീ കാണുന്നില്ലയോ,
പടച്ചവൻ സ്ത്രീക്ക് യോനി സൃഷ്ടിച്ചു, പുരുഷന്മാർക്ക് ലിംഗം സൃഷ്ടിച്ചു. എന്നിട്ട് പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇണയാക്കി. അതുവഴി നാം അവരിൽ നല്ല കടത്തൽ കടത്തുന്നു. അവൾ വേണ്ടുക പോലെ നല്ല പുറപ്പെടുവിക്കുന്നു. തന്മൂലം അവക്ക് ഒരു ജനിക്കുന്നു. ഇത്രയുമായപ്പോൾ സജാഹ് പറഞ്ഞു, നിങ്ങൾ നബി തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന്. ഒരാൾ നബിയാണോ അല്ലേ എന്നുള്ളത് വിശ്വസിക്കൽ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിലും അദ്ദേഹത്തിന് ഈ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 30 ആളുകളുടെ ശക്തി ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് നിരവധി ഭാര്യമാരും അടിമ സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ പ്രവാചകനാണോ അല്ലേ എന്നുള്ളത് നോക്കൽ ഈ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ്. അല്ലാതെ ആ പറയുന്ന ആശയങ്ങൾ ആത്മീയതയുണ്ടോ, അത് ദൈവികമാണോ എന്നുള്ള ചിന്താഗതികളൊന്നുമല്ല. സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ നിലപാടുകളും അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടാണ്. ഇപ്പം ഈ സജാഹ് എന്ന് പറയുന്ന പെൺ പ്രവാചക മുസൈലിമ പ്രവാചകനാണോ എന്ന് ഉറപ്പിച്ചത് ഈ വൃത്തികെട്ട ഈ ഒരു ആയത്തുകൾ കേട്ടിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇതാണ് അദ്ദേഹം പ്രവാചകനാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കാനായിട്ട് അവർ കണ്ടെത്തിയിരുന്ന ഒരു മാർഗം. അപ്പം ഇത്തരം കാര്യങ്ങൾ, ഇത്രയും വൃത്തികെട്ട ഈ ആയത്തുകൾ കേട്ടപ്പോൾ, ഈ സൂക്തങ്ങൾ കേട്ടപ്പോൾ പെൺപ്രവാചകയായിട്ടുള്ള സജാഹ് ഈ പറയുന്ന മുസൈലിമ പ്രവാചകനാണെന്ന് അവിടെ വിശ്വസിക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി അദ്ദേഹത്തിൻ്റെ ജനാസ ഖബറടക്കിയ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരത്തിലേറിയ ഉടനെയാണ്. അഥവാ പ്രവാചകൻ മുഹമ്മദ് നബി മരിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഈ ഒരു സമയത്താണ് അത് നടക്കുന്നത്. എവിടെയാണ്? ഈ പ്രവാചകൻ ജീവിച്ച അതേ സ്ഥലത്ത്. വേറെ ദീർഘദൂരം സഞ്ചരിച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം സഞ്ചരിച്ച് മറ്റൊരു പ്രദേശത്ത് ചെന്നിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. പ്രവാചകന്റെ ഭരണത്തിന് കീഴിലുള്ള ആ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ, ഈ ഒരു ഇസ്ലാം എന്ന മതത്തിന് കീഴിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ നബിയായി അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചൊക്കെ നിലനിൽക്കുന്ന ആ ഒരു ഇസ്ലാമിക സംവിധാനത്തിൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി മരണപ്പെട്ടതോടുകൂടി തന്നെ അവിടെ ഇസ്ലാമിന് കാര്യമായ കോട്ടം സംഭവിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒന്നാമത്തെ പോയിന്റ്. പ്രവാചകൻ മുഹമ്മദ് നബി അവതരിപ്പിച്ച ഈ ഇസ്ലാം എന്ന് പറയുന്ന സംഭവം പൂർത്തീകരിച്ച് പ്രവാചകൻ പോയതോടുകൂടി അതിനെ അള്ളാഹു സംരക്ഷിച്ചു എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇവിടെ എവിടെയാണ് അങ്ങനെ അള്ളാഹു സംരക്ഷിച്ചൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്? പ്രവാചകന്റെ മയ്യത്ത് മണ്ണോട് ചേരുന്നതിന് മുമ്പേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫയായി ചാർജ് എടുത്ത ഉടനെ നടക്കുന്ന സംഭവങ്ങളാണിത്. അപ്പോൾ ഇതെങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്? സംരക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രവാചകന്റെ വഫാത്തിന്റെ ഉടനെ ഇതാണ് അവസ്ഥ എങ്കിൽ 1400 കൊല്ലത്തിന് ശേഷമുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കൂ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ ഇല്ലാതെ എയറിൽ നിന്ന് എടുത്തിട്ട് പറയല്ല. കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചത് വായിച്ചിട്ടാണ് നിങ്ങളോട് ഓരോ കാര്യവും പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, തിരിച്ചറിവോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിനൊക്കെ ഇത്രേ പ്രാധാന്യമുള്ളൂ. ഇതൊക്കെ ഉണ്ടായി തീർന്നത് ബിൽഡപ്പ് ചെയ്ത് ഇന്നൊരു ഇസ്ലാം എന്ന് പറയുന്ന എന്തോ ഒരു മഹാസംഭവമായിട്ട് നമ്മുടെ കൈകളിൽ ഇവരിങ്ങനെ നമ്മളോട് പറഞ്ഞ് നിരന്തരം നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ വന്ന വഴി ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ കടന്നിട്ടാണ് വന്നത്. അവിടെ പ്രവാചകന്മാർ ഉദയം ചെയ്തതൊക്കെ ഇങ്ങനെയാണ്. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ഇങ്ങനെയാണ്. എന്തിനേറെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അവതരിച്ചില്ലേ? ജിബ്രീൽ വന്നിട്ട് ഹിറാ ഗുഹയിൽ ഇഖ്റ ബിസ്മി റബ്ബിക ഓതി കൊടുത്തില്ലേ? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പേടിച്ച് ജമ്മിലൂനി എന്ന് പറഞ്ഞിട്ട് ഖദീജ ബീവിൻ്റെ അടുത്ത് വരുന്നൊരു രംഗം നമ്മൾ വായിച്ചിട്ടില്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ വാദ പ്രഭാഷണത്തിൽ? അതിനുശേഷം ഈ വന്നത് ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖയാണോ അതോ ശൈത്വാനാണോ എന്നത് എങ്ങനെ ഉറപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയോ? പല ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുണ്ട്. ഖദീജ ബീവി തൻ്റെ ഔറത്ത് വെളിവാക്കിയിട്ട് ജിബ്രീൽ അവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ജിബ്രീൽ അവിടുന്ന് മാറി എന്ന് പ്രവാചകന് തോന്നുകയും അങ്ങനെ അത് ജിബ്രീലാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് വന്നത് ശൈത്വാനാണോ ജിബ്രീലാണോ എന്നത് ഉറപ്പിച്ചത് എന്നാണ് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ പറയുന്ന ഉസ്താദുമാരും മൗലവിമാരും നമ്മളെ പഠിപ്പിക്കില്ല. നമ്മളാണെങ്കിലോ അത് ചിന്തിക്കുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരാൾ ഹിറാ ഗുഹ കണ്ടവരുണ്ടാവും. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ ഹിറാ ഗുഹ നേരിട്ട് പോയി കാണുകയും അതിൻ്റെ അകത്ത് പ്രവാചകൻ ഇരുന്ന സ്ഥലത്ത് പോയി ഇരിക്കുകയും അവിടെ 2 റക്അത്ത് നമസ്കരിക്കുകയൊക്കെ ചെയ്ത ആളുകളുണ്ടാവും.
എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ചിന്തിക്കുക, ആ ഹിറ ഗുഹ എന്ന് പറയുന്ന ഗുഹയുടെ അകത്ത് മുഹമ്മദ് നബി പോയിട്ട് ധ്യാനത്തിലിരിക്കുകയാണ്. ഈ ധ്യാനത്തിൽ ഇങ്ങനെ നമ്മളെ സ്വാമിമാരൊക്കെ ഇരിക്കുന്ന പോലെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഒരു അശരീരി കേൾക്കുകയും ആ അശരീരി അടുത്ത് വന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ചില വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എല്ലാ മനുഷ്യരെയും പോലെ പേടിച്ചരണ്ട് അങ്ങനെ അദ്ദേഹത്തിന് പനി പിടിക്കുകയും ജമ്മിലൂനി എന്നെ പുതപ്പിട്ട് മൂടു ഖദീജ എന്ന് പറഞ്ഞിട്ട് ഓടി തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക് പോയി അദ്ദേഹം അങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നൊരവസ്ഥ ഉണ്ടായി. ഇത് ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വന്ന ആ ഒരു അനുഭവം ഉണ്ടായത് യഥാർത്ഥത്തിൽ മാലാഖയാണോ അല്ലേ എന്നുള്ളത് ഖദീജ ബീവി ഉറപ്പിച്ചത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഇതാണ് നമ്മൾ വിശ്വസിച്ച് പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളുടെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നാലുള്ള അവസ്ഥ. ഇതൊന്നും ചിന്തിക്കാതെ കേവലം വിശ്വാസമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുക മാത്രമേ ചെയ്യുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഈ പ്രവാചകനാണോ അല്ലേ എന്നുള്ളത് ഈ പറഞ്ഞ പെൺ പ്രവാചക അത് ടെസ്റ്റ് ചെയ്തത് ഈ പറഞ്ഞ കോലത്തിലാണ്. അദ്ദേഹം ഈ സെക്ഷൽ ആയിട്ടുള്ള ഈ സംഭവങ്ങൾ ആയത്തുകളായിട്ട് ഉദ്ധരിച്ചതോടുകൂടി ഈ പെൺ പ്രവാചക, രണ്ടും പ്രവാചകന്മാരാണ്, ഈ രണ്ട് പ്രവാചകനിൽ ഈ പെൺ പ്രവാചക അത് വിശ്വസിച്ച് അദ്ദേഹത്തെ പ്രവാചകനായിട്ട് അംഗീകരിക്കുകയാണ് ഈ പറയുന്ന വാക്യങ്ങൾ കേട്ടപ്പോഴത്തേക്ക്. അന്നത്തെ ആത്മീയ തലം എന്ന് പറയുന്നത് ദൈവിക സങ്കല്പം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവൾ വികാരവിവശയായിട്ടുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. ഞാൻ നിന്നെ ചേർക്കട്ടെയോ? നാം തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെയും നിൻ്റെയും സൈന്യം സംഘടിപ്പിച്ച് ആ സംഘടിത സൈന്യത്തെ അയച്ച് അറബികളെ നമുക്ക് കീഴടക്കാം, ആദായം ഭാഗിച്ചെടുക്കുകയും ചെയ്യാം. പ്രവാചകൻ മുഹമ്മദ് നബിയിൽ നിന്ന് ഇവർ മനസ്സിലാക്കിയത് ഇതാണ്. നമ്മൾ രണ്ടുപേരും കൂടി, ഇതൊരു ബിസിനസ്സാണ്, പക്ക ബിസിനസ്. ദൈവത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പക്ക ബിസിനസ്. ആ ബിസിനസ്സിൽ നമ്മൾ രണ്ടാളും ഒരു പാലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ബിസിനസ് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും എന്നാണല്ലോ ഈ അവർ ചിന്തിക്കുന്നവരുടെ ചിന്ത. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയും പക്ക ഫ്രോഡത്തരമായിട്ടുള്ളൊരു കാര്യമാണെന്നല്ല ഇന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എന്നിട്ട് ഇവർ നമുക്ക് രണ്ടു പേർക്ക് ഒന്നിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് പറ്റുവാണെങ്കിൽ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ച് ഈ പറയുന്ന പ്രവാചകത്വം എന്ന് പറയുന്ന ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഇന്നിപ്പോൾ ദാവത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നില്ലേ, അതേപോലെ ഈ പ്രവാചകത്വം എന്ന് പറയുന്ന സംഭവം ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ വലിയ ഔലിയാക്കന്മാരായിട്ട് ഭയങ്കര വലിയ അള്ളാഹുമായിട്ട് അടുത്ത ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തലയിക്കെട്ടും വെള്ള തൂവള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ആത്മീയ ഗുരുക്കന്മാരായിട്ട് പല ആളുകളും ജീവിക്കുന്നില്ലേ, തങ്ങന്മാരും പല പേരിലും ജീവിക്കുന്നില്ലേ. അവരൊക്കെ നടത്തുന്നത് എന്താണ്? ഈ മതത്തെ പച്ചയായി അത് ജനങ്ങളുടെ മനുഷ്യരുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവർ സുഖലോലുപതയിൽ സമ്പാദിച്ച് അധികാരവും ഭൗതികപരമായിട്ടുള്ള സുഖ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി അവർ സുഖിച്ച് ജീവിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ പ്രവാചകത്വവാദം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കൂ. ഈ പറഞ്ഞ രണ്ട് പെൺപ്രവാചകനും ആൺപ്രവാചകനും കൂടിയുള്ള ഈ സംഭാഷണങ്ങളും അവർക്ക് അവതരിച്ച ആയത്തുകളും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിരുത്തി നിങ്ങൾ കേൾക്കൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതാണ് പ്രവാചകത്വം കൊണ്ടുള്ള ഗുണം. ഇതിലെന്ത് ആത്മീയത, ഇതിലെന്ത് ദൈവികത. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ദൈവികമായ അത്രയും തക്കവയോട് കൂടിയ സൂക്ഷ്മമായിട്ടുള്ള അത്രയും എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ള പുണ്യരൂപത്തിൽ പുണ്യങ്ങൾ മാത്രം ചെയ്ത് നന്മയിൽ അധിഷ്ഠിതമായി ദൈവികമായ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ലൈഫ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ആ സംഗതികളൊന്നും ആ കാലഘട്ടത്തിലില്ല. അതുകൊണ്ടല്ലേ ഇത്രയധികം കൊള്ളയും കൊലയും ഒക്കെ നടത്തി സമാധാനം എന്ന ഹെഡിങ് ഇട്ടുകൊണ്ട് ആ മതം അവിടെ ഉണ്ടായത്, പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ. അതിനുശേഷം ഇതാ ഈ കള്ളപ്രവാചകന്മാരെല്ലാവരും വന്നു. ഇവിടെ അബൂബക്കറിനെയും അറബികൾ അടങ്ങുന്ന ഇസ്ലാമിക് ഭരണത്തെ പരാജയപ്പെടുത്തുന്നതിന് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാമെന്നാണ് ഈ മുസൈലിമ എന്ന് പറയുന്ന ആൺപ്രവാചകൻ സജാഹ് എന്ന് പറയുന്ന പെൺപ്രവാചകനോട് പറയുന്നത്. എന്നിട്ട് ആദായം ഭാഗിച്ചെടുക്കുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് ആദായം ഉണ്ടാക്കും, വെട്ടിപ്പിടിക്കും. ആ പിടിച്ച സമ്പത്ത് ഗനീമത്ത് എന്നാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന സമ്പത്തിന് പറയുക. ഇവരിഞ്ഞ് ഗനീമത്ത് എന്നുള്ളതിന് വേറെ എന്തെങ്കിലും പേര് കൊടുക്കുമായിരിക്കും. അപ്പം അത് ഹലാലാവും. എന്നിട്ട് അവർക്കത് സ്വീകരിച്ച് സുഖലോലുപതയിൽ ജീവിക്കാം. ഈ സെയിം സംഭവം തന്നെയാണ് പ്രവാചകനും ചെയ്തതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഇത് പറഞ്ഞപ്പോൾ സജാഹ് അയാൾക്ക് വഴങ്ങി. ആൺനബിയും പെൺനബിയും രതിയിൽ പ്രവേശിച്ചു. അവസാനം അവർ രതിയിൽ പ്രവേശിച്ചു. വ്യഭിചാരത്തിൽ മുഴുകിക്കൊണ്ട് അവർ 3 ദിവസം ആ മണ്ഡലത്തിൽ കഴിച്ചുകൂട്ടി. എന്തൊരു ആത്മീയമായിട്ടുള്ള ഒരു നിർവൃതിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
ആത്മീയ നിർവൃതിയാണ്. ഒരു ആൺ പ്രവാചകനും ഒരു പെൺ പ്രവാചകയും തമ്മിൽ ഒന്നിച്ച് ആ മണ്ഡപത്തിൽ 3 ദിവസം വ്യഭിചാരത്തിൽ മുഴുകി. അത് ഇവർക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് വ്യഭിചാരമാണ്. പക്ഷെ ആ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം മുസൈലിമ എന്ന് പറയുന്ന ആൺ പ്രവാചകർക്കും സജാഹ് എന്ന് പറയുന്ന പെൺ പ്രവാചകർക്കും അത് വ്യഭിചാരമല്ല. ഏതുപോലെ യുദ്ധത്തിൽ പിടിച്ചടക്കുന്ന കുടുംബിനികളായിട്ടുള്ള സ്ത്രീകളെ ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും അവരുമായി ബലമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വഹാബികൾ ചെയ്ത നികൃഷ്ടമായിട്ടുള്ള ക്രൂരമായ ആ പ്രവർത്തനത്തെ ഹലാലൻ ത്വയ്യിബ, അത് ഹലാലായ കർമ്മമായ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചത്. അല്ലേ? നമ്മൾ ഇന്ന് 2025 ചിന്തിക്കുമ്പോൾ ശുദ്ധ പോക്കിരിത്തരം, ശുദ്ധ തെമ്മാടിത്തരം, സ്ത്രീകൾക്കെതിരെ അന്യായമായുള്ള അക്രമം പ്രവർത്തിക്കലായി, അത് ബലാത്സംഗമായി നമ്മൾ ഇന്ന് കാണുന്നു. ആധുനിക ജനാധിപത്യ ധാർമ്മിക മൂല്യങ്ങൾ വാല്യുബിളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ബലാത്സംഗമാണ്, സ്ത്രീക്കെതിരെയുള്ള കടന്നുകയറ്റമാണ്. കുടുംബിനികളായി ജീവിക്കുന്ന, കുടുംബമായി ജീവിക്കുന്ന സ്ത്രീകളെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് പിടിച്ചടക്കി അവരെ ബലാത്സംഗം ചെയ്യുന്നത് ഹലാലാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഫത്വ കൊടുക്കുകയാണ്. അത് അംഗീകരിച്ചു കൊടുക്കുകയാണ്. അത് പുണ്യപ്രവൃത്തിയായി അംഗീകരിച്ചു കൊടുക്കുകയാണ്. ആ നിയമങ്ങൾ ആരാണ്ടാക്കിയത്? ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഉണ്ടാക്കി എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നില്ലേ, ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ആ സൃഷ്ടാവ് ഒരിക്കലും തന്നെ കുടുംബമായി ജീവിക്കുന്ന സ്ത്രീകളെ ആ തരത്തിൽ അവരുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും അവരുടെ ആഴമേറിയ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പേ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ബലാത്കാരത്തോടു കൂടി ചെയ്യാൻ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവം തമ്പുരാൻ കൽപ്പന കൊടുക്കുകയും അത് പ്രവാചകനിലൂടെ പ്രാക്ടിക്കൽ ലൈഫിൽ സ്വഹാബികളിലൂടെ മാതൃകയായി 1400 കൊല്ലമായിട്ട് കിതാബുകളിൽ എഴുതി വെക്കുകയും അതങ്ങനെ തുടരാൻ അനുവദിക്കുകയും ചെയ്യുമെന്ന് ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അത് അനുവദിക്കുകയും അത് പുണ്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കൂ പ്രിയപ്പെട്ട വിശ്വാസികളെ, അവിശ്വാസികളെ, മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കൂ. ഈ മഹാപ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെങ്കിൽ ആ സൃഷ്ടാവ് ഈ തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അന്യായമായ കടന്നുകയറ്റം, അവരോട് ചെയ്യുന്ന കൊടിയ ദ്രോഹത്തെ അംഗീകരിച്ചു കൊടുക്കുമോ? അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്നുള്ളതല്ല എന്നല്ലേ മനസ്സിലാകുന്നത്? നിങ്ങൾ ചിന്തിക്കൂ. അതല്ലേ ഇവിടെയും സംഭവിക്കുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വ്യഭിചാരമല്ല. മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യഭിചാരവും, ഈ പറയുന്ന പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വ്യഭിചാരവുമല്ല. കാരണം അവർ പ്രവാചകന്മാരായി സ്വയം അവരോധിച്ചവരാണ്. അവർക്ക് അനുയായികളുണ്ട്, സ്വഹാബികളുണ്ട്. അവരൊരിക്കലും തന്നെ വ്യഭിചാരം എന്ന് പറയുന്ന തിന്മ അവർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇത് വ്യഭിചാരവുമല്ല. ഇങ്ങനെയാണല്ലോ മറ്റേത് നമ്മൾ ന്യായീകരിക്കുന്നത്. അടിമ സ്ത്രീകളുമായിട്ടുള്ള യുദ്ധ തടവുകാരുമായിട്ടുള്ള സെക്സ്, ആ ബലാത്കാരം ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നത് അത് ഹലാലാണ്, അത് നബി ഹലാലാക്കിയ, അള്ളാഹ് ഹലാലാക്കിയ, പിന്നെ നമ്മുടെ ബുദ്ധി എന്തിനാ അവിടെ പ്രയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ ഇവിടെയും ബുദ്ധി പ്രയോഗിക്കേണ്ടതില്ല, ഇത് വ്യഭിചാരമല്ല എന്നല്ലേ വരിക? ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ പച്ചയായ യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കൂ. എന്നിട്ട് അവർ അങ്ങനെ 3 ദിവസം ആ മണ്ഡപത്തിൽ കഴിച്ചുകൂട്ടി. സുബഹി നമസ്കാരവും ഇഷാ നമസ്കാരവും ആവശ്യമില്ലെന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ അവർക്ക് നിസ്കാരമുണ്ട് കേട്ടോ. സുബഹി ഇഷ ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയുള്ള നമസ്കാരമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത നിസ്കാരമില്ലേ, ആ നിസ്കാരം ഇവർക്കുണ്ട് കേട്ടോ. ഇന്ന് പല പണ്ഡിതന്മാരും, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നിസ്കാരവും നോമ്പും സക്കാത്ത് ഹജ്ജെല്ലാം ഭയങ്കര ഉണ്ടാവും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ മണ്ഡപത്തിൽ കൂടുതലുണ്ടല്ലോ, അത് പലർക്കും ഉണ്ട്. ഈ നിസ്കാരം ആവശ്യമില്ലെന്ന് അവർ തീരുമാനിച്ചു. അനന്തരം സജാഹ് എന്ന പെൺ നബി ജസീറയിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ഈ മുസൈലിമത്തുൽ കദ്ദാബ് വധിക്കപ്പെട്ട ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ കള്ളപ്രവാചകനായ മുസൈലിമയെ വധിക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ചരിത്ര വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ആ മുസൈലിമത്തുൽ കദ്ദാബിനെ വധിച്ചതിന് ശേഷം സജാഹ് എന്ന കള്ളപ്പെൺ പ്രവാചക ബസറയിലേക്ക് പോവുകയും അവിടെ വെച്ച് മരണപ്പെട്ടു എന്നും ഒരു റിപ്പോർട്ടുണ്ട്. അല്ല, ഇസ്ലാം സ്വീകരിച്ചു എന്നും ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു അന്ത്യം, ഈ സജാഹ് എന്ന് പറയുന്ന പെൺപ്രവാചകയുടെ അന്ത്യം അങ്ങനെയായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചിട്ടാണെങ്കിലും അതല്ലെങ്കിലും ബസ്രയിൽ വെച്ച് സാധാരണ രൂപത്തിൽ മരണപ്പെട്ടു പോയി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടു കൂടി പിന്നീട് പ്രവാചകന്മാർ വരാതിരിക്കുന്ന ഒരവസ്ഥയോ, പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ അവതരിച്ച ആ ഒരു
ഇസ്ലാം എന്ന് പറയുന്ന ജീവിത വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുകയും അതിൻ്റെ ഗ്രന്ഥം സംരക്ഷിക്കപ്പെടുകയും പിന്നീട് അത് വള്ളി വ്യത്യാസമില്ലാതെ 1400 കൊല്ലമായിട്ട് നിലനിൽക്കുന്നൊരവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. പ്രവാചകന്റെ വഫാത്തിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നടന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ വായിച്ചത്. അപ്പോൾ തന്നെ ഈ പറയുന്ന സംരക്ഷണം എന്ന് പറയുന്ന സംഗതി അവിടെ പൊളിയുന്നൊരവസ്ഥയാണ്. കാരണം വീണ്ടും അവിടെ പ്രവാചകന്മാർ വരികയാണ്. പിന്നെ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്തു? ഈ പ്രവാചകന്മാർ വരിക എന്ന് പറയുന്ന സംഭവത്തെ അള്ളാഹു അവിടെ നിർത്തലാക്കി അവിടെ ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന അവസ്ഥയാണെങ്കിൽ പ്രവാചകന്മാർക്ക് അങ്ങനെ വരാൻ കഴിയില്ലല്ലോ. അങ്ങനെ കള്ളപ്രവാചകന്മാർ പിന്നെ വരില്ലല്ലോ. പക്ഷെ അവിടെ പിന്നീട് അതിനെ കൺട്രോൾ ചെയ്ത് എങ്ങനെയാണ്? വാളുകൊണ്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത്തരത്തിൽ വന്ന കള്ളപ്രവാചകന്മാർ ഒരുപാട് പേരുകളുണ്ട്. അത് അടുത്ത വീഡിയോ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരം കള്ളപ്രവാചകന്മാരുടെ കഴുത്ത് അറുത്ത് കളഞ്ഞുകൊണ്ടാണ് അവരെ കീഴ്പ്പെടുത്തുന്നത്. ഒരാളെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അവരുടെ ആശയമല്ലേ സ്ഥാപിക്കപ്പെടുക? അല്ലാതെ അവരെ നിലനിർത്തിക്കൊണ്ട് അവരുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്ന സംഭവം ദൈവത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അത് നമ്മൾ ചെയ്യരുത്. നമുക്ക് വൈജ്ഞാനികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പ്രവാചകനാണോ അല്ലയോ, അല്ലെങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് സംസാരത്തിലൂടെ പക്വതയോടെ പാകതയോടെ തിരിച്ചറിവോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് നടത്തി തീരുമാനിക്കാം. അങ്ങനെയല്ലേ അത് ചെയ്യേണ്ടത്. അല്ലാതെ വാള ഉപയോഗിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ശക്തനായിട്ടുള്ള ആള്, കൂടുതൽ അധികാരമുള്ളത്, കൂടുതൽ അനുയായികളുള്ളത്, ഫോഴ്സ് കൂടുതൽ, ഭൗതികപരമായിട്ടുള്ള ആക്രമിക്കാനുള്ള സജ്ജീകരണങ്ങൾ ആരുടെ അടുത്താണ് കൂടുതലുള്ളത്, അവർ ജയിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അവിടെ ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു സംഭവവും അവിടെ വരുന്നില്ല. ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ഇല്ല. അബൂബക്കറിന് കൂടുതൽ ഫോഴ്സ് ഉണ്ടായിരുന്നു. ഭൗതികപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ചെറിയ കൂട്ടം ചെറിയ പ്രവാചകന്മാരും അവരുടെ സ്വഹാബികളായിട്ട് വരുന്ന ആളുകളെയൊക്കെ കൊന്നൊടുക്കുകയോ അല്ലെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ നിർബന്ധം ഉള്ള അവസ്ഥയിലേക്ക് എത്തിക്കുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തെ അവിടെ അവസാനിപ്പിച്ച് അങ്ങനെ കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെയാണ് പിന്നീട് ഇസ്ലാമിൻ്റെ ജൈത്രയാത്ര തുടരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള സ്വഹീഹായ ചരിത്രങ്ങളാണ്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിഷ്കളങ്കമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ നാൾ വഴികൾ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ എത്തിയത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു തീവ്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മാറിക്കിട്ടും. നമ്മളും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ മതത്തിൻ്റെ കാര്യത്തിൽ ബലം പിടിച്ച് തീവ്രമായിട്ട് ചിന്തിച്ച് അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഓണം ആഘോഷിക്കാൻ പാടില്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മതത്തിൻ്റെ പേരിൽ മനുഷ്യർ ഐക്യത്തോടു കൂടി ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഛിദ്രതയുണ്ടാക്കിയിട്ട് മനുഷ്യ മനസ്സുകളെ തമ്മിൽ അകറ്റി പുതിയ ഇഷ്യൂസുകൾ ഉണ്ടാക്കുന്നൊരവസ്ഥ, അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ ബലം പിടുത്തം, ഈ കടുംപിടുത്തം ഇല്ലാതാകണം. ആ കടുംപിടുത്തം ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പുണ്യപുരാണങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുന്ന, പുണ്യപുരുഷന്മാരായി നമ്മൾ കൊണ്ടു നടക്കുന്ന സ്വഹാബികൾ എന്ന് പറയുന്ന ആളുകളും പ്രവാചകന്മാരെന്ന് പറയുന്ന ആളുകളും ഈ ഖുർആനും ഹദീസും ചരിത്രഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലാണ് നമുക്കതിൻ്റെ ഗൗരവം കുറയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതെന്തോ ദുനിയാവ് നശ്വരമാണ്, പരലോകാണ് എന്ന് പറഞ്ഞിട്ട് സ്വർഗം മുഴുവൻ താടിയിൽ ഇങ്ങനെ വെച്ചിട്ട് താടിയിൽ ഒരു രോമം കൊഴിഞ്ഞാൽ അയ്യോ സ്വർഗത്തിൻ്റെ ഒരു ഇതള് പോയി എന്ന് കരുതിയിട്ട് അയ്യോ മുടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നരകത്തിൽ കീഴ്മേലെ ഇട്ട് പൊരിക്കും, അതുകൊണ്ട് ചാക്കിൻ്റെ അകത്ത് കറുത്ത തുണി മൊത്തം ചുറ്റണം എന്ന് പേടിച്ചരണ്ട് ജീവിക്കുന്നൊരവസ്ഥ, അത് ഭയപ്പെടുന്നൊരവസ്ഥ, മറ്റുള്ള മനുഷ്യർക്ക് അതുപയോഗിച്ചിട്ട് പല ക്രൈമുകളും ചെയ്യുന്നൊരവസ്ഥ, ഇങ്ങനെ മനുഷ്യരെ ഭയപ്പാടോടുകൂടി ശാന്തിയും സമാധാനവും ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കുന്ന അവസ്ഥക്കൊക്കെ വിരാമം കുറിക്കണമെങ്കിൽ ഈ സംഗതികളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നാൾ വഴികൾ ഇന്നതാണ്. ഈ പണ്ഡിത പുരോഹിതന്മാർ നമ്മൾക്ക് മുമ്പിൽ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഗതികളൊക്കെ വെറും ഉള്ളു പൊള്ളയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ആ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധയോടെ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചറിവോടുകൂടി എല്ലാ മനുഷ്യരെയും ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെ ഒന്നിൻ്റെ പേരിലും അകറ്റാതെ മനുഷ്യർ എന്ന ഏക കോൺസെപ്റ്റിൽ പരസ്പരം താങ്ങും തണലുമായി സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു നല്ല തലമുറയുടെ സൃഷ്ടിപ്പിന് നമ്മളൊക്കെ കാരണക്കാരായി ജീവിക്കുകയും സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ശിഷ്ടകാലം ജീവിച്ച് മരിക്കാനൊക്കെ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ചരിത്രത്തിൻ്റെ ഈ ഒരു ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.